ഓക്കെ, ഞാൻ ഇപ്പോൾ മണാലിയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ള ഹോട്ടലിൻ്റെ പേര് ഹിമാലയൻ കൺട്രി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഭയങ്കര രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഓൺലൈൻ ബുക്ക് ചെയ്താണ്. നിങ്ങൾക്കും വേണേൽ ബുക്ക് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം ഹോട്ടൽ. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അത് കിട്ടില്ലാണ്. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ദിവസം പേയ്മെന്റ് വരുന്നത് 1800 സംതിങ്. ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. വൺ ഡേ എ സിയും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എ സി ആവശ്യമില്ല. മണാലിയിൽ ഇപ്പൊ തന്നെ ഇത് ഓഫ് സീസൺ ആണ്. മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത സീസണിൽ, അതായത് തണുപ്പുള്ള സീസണിലൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ തണുപ്പും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ, അതിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. നമ്മളെ റൂം ഇതാണ്. നമ്മളെ റൂം 103 ആണ് നമ്പർ വരുന്നത്. ഞാൻ കാണിച്ചു തരാം റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ്. ഇതാണ് നമ്മളെ റൂം. വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ പക്ഷെ നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള ഒരു റൂമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇവിടെ ബാത്റൂമിൽ നിന്നൊക്കെ ഒരു വ്യൂ ഉണ്ട്, കിട്ടില്ല വ്യൂ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ ബാത്റൂം വരുന്നത്. ബാത്റൂം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. പിന്നെ ഹീറ്റർ സൗകര്യം ഉണ്ട്. നമുക്ക് ഹീറ്റർ ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ ചൂട് വെള്ളം കിട്ടും. തണുപ്പുണ്ടേ തന്നെ നമുക്ക് ആവുന്ന ഒരു പ്രശ്നമല്ല. പിന്നെ അവിടെ ഒരുവിധം ഹോട്ടൽസ് എല്ലാവരും സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് ഹീറ്റർ എന്ന് പറയുന്നത്. ബാത്റൂം കാര്യങ്ങൾ യൂസ് ചെയ്യാൻ നീറ്റാണ്. പിന്നെ ബാത്റൂമിൽ ഒരു കിട്ടിയ വ്യൂ ഉണ്ട്. അത് വേറെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ ഇങ്ങനെ കുളിക്കുമ്പോൾ ആ വ്യൂ കണ്ടുകൊണ്ടുള്ള കുളി, പൊളിയാ, ഒന്നും പറയാനില്ല. മൊത്തത്തിൽ റൂമും കാര്യം ഞാൻ കൊടുത്ത ഒരു എമൗണ്ടിനും കാര്യങ്ങളും 3 ആളാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആ എമൗണ്ട് ഞാൻ പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇവിടുത്തെ ലോണ്ടറി സൗകര്യങ്ങൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് തന്നെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണമെങ്കിലും കഴിക്കാം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ പ്രൈസ് ഇപ്പോൾ ഞങ്ങളെപ്പോലത്തെ ചെക്കന്മാർ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചെറിയ പ്രൈസിന് കഴിക്കാനാണ് വിചാരിക്കുക. പക്ഷേ ഇവിടുത്തെ പ്രൈസ് കുറച്ചൊന്നും അധികം. പക്ഷേ എക്സ്പെൻസ് കൂടുതൽ ഇട്ടിട്ട് വരുന്നവർക്ക്, അതായത് ബഡ്ജറ്റ് കുറച്ച് അധികമാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ വന്നു വെച്ചാൽ ഒരു 10,000 ആ റേഞ്ചിൽ, ഒരാൾക്ക് ഒരു 10,000 ആ ഒരു ബഡ്ജറ്റിലാണ് ഞങ്ങൾ വന്നത്. അപ്പൊ നിങ്ങളെ ബഡ്ജറ്റ് കൂടുതലാണ്, നിങ്ങൾക്ക് ഫുഡൊന്നും ഒരു സീനല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഞങ്ങൾ നോർമൽ ഫുഡ്സ് ആണ് ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾ ചില സ്ഥലത്ത് എന്താ പറയുക കോംപ്രമൈസ് ചെയ്ത് ഡൽഹിയിൽ നിന്നൊക്കെ എന്താ പറയുക ഏകദേശം വില കൂടിയ ഫുഡ്സ് കഴിച്ചിരിക്കണം. പിന്നെ ഡൽഹിയിലെ സംഭവ വികാസങ്ങളും, അതായത് ഡൽഹിയിൽ വരുന്ന ട്രെയിൻ യാത്ര, കേരളത്തിൽ നിന്നുള്ള ഡൽഹി ട്രെയിൻ യാത്ര, പിന്നെ ഡൽഹിയിൽ സംഭവിച്ച ഫസ്റ്റ് ഡേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ രാത്രി ഒരു വീഡിയോയിൽ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഫുട്ടേജസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ആഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അത് സംഭവം ഞാൻ എന്താ പറയുക എടുത്ത കുറച്ച് ഫുട്ടേജ്, അപ്പൊ ആ കാര്യങ്ങളായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മണാലിയിൽ ഇപ്പോൾ വന്ന റൂം എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാൽ. നല്ല റൂമും നല്ല വ്യൂ ആണ്. കൊടുത്തൊരു പൈസക്കുള്ള എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ആണെന്ന്. പക്ഷെ ഇവിടെ ഏക പ്രശ്നം എന്താ വെച്ചാൽ ഈ റൂമിൽ നിങ്ങളിപ്പോൾ ഈ ഒരു റൂം, ഞാൻ നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ റൂമിലേക്ക് റീച്ച് ചെയ്യാനുള്ള ദൂരം കുറച്ച് ദൂരമാണ്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഈ വണ്ടിയിലൊക്കെ ആണ് വരുന്നെങ്കിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കുന്ന പോലെയും, പിന്നെന്താ പാർക്കിംഗ് സൗകര്യം അത്ര അങ്ങോട്ട് നല്ലതല്ലാത്ത മാതിരി ഉണ്ട്. പക്ഷെ അതുമല്ല, നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ പോകേണ്ട സ്ഥലത്തേക്ക് റീച്ച് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് കുറച്ച് കിലോമീറ്റേഴ്സ് എക്സ്ട്രാ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. വ്യൂവും ഈ റൂമും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് മണാലി ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ നിയർ ഏരിയ തന്നെ വേറെ റൂംസ് നോക്കണമെങ്കിലും നോക്കാം. ഈ റൂമിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഇതാണ്. അടുത്ത വീഡിയോസ് ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് ബന്ധപ്പെട്ട് തന്നെ ഞാൻ വേറെയും ചെയ്യും. അപ്പൊ ഈ വീഡിയോ ഒക്കെ എത്രയുള്ളൂ. ബൈ.